بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരൽപ്പം ചെളിയോ അല്ലെങ്കിൽ കറിയോ പുരണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കഴുകി വൃത്തിയാക്കുന്നു എന്നുള്ളത് നമ്മുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ്. ശരീരത്തിലാണെങ്കിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ വ്രണമോ വന്നാൽ ഉടനെ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കി ശരീരത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് ഒരർത്ഥത്തിൽ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. രോഗമെന്നത് ശരീരത്തിൻ്റെ അകത്ത് വന്നുകൂടുന്ന അഴുക്കുകളാണ്. അതിനെ വൃത്തിയാക്കി ആരോഗ്യം എന്ന് പറയുന്ന ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം എത്തുന്നു. പൊതുവെ ഇങ്ങനെ ഒരു ശീലം ജന്മനാൽ മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കറകളെ കളയാനും പാപം കഴുകാനും വേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല എന്നുള്ളത് എത്ര വൈപരീത്യം ആണ് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ പുറത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ശുദ്ധിയാക്കാൻ അത് ചെളി പുരളുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടുകയാണ്. ആ വസ്ത്രത്തിന്റെ ശരിയായ വെണ്മയിലേക്ക് എത്താൻ ഏതെല്ലാം ഭാഗത്ത് കലയും അഴുക്കും ആയിട്ടുണ്ടോ അത് കൃത്യമായി അന്വേഷിച്ച് അതിനെ വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ, ഒരു മുഅ്മിനായ മനുഷ്യനിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ സമയം കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, അവന്റെ തെളിഞ്ഞ മനസ്സിന്റെ അകത്തേക്ക് കറുത്ത ഒരു അടയാളം വന്നുകൂടുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മനസ്സ് ഒരു പ്രകാശതുല്യമാണ്. നമ്മുടെ മനസ്സ് ജന്മനാൽ തന്നെ ഒരു തെളിച്ചമുള്ളതാണ്. മനസ്സിന്റെ അകത്ത് അള്ളാഹു മനുഷ്യനെ പടച്ച അന്ന് മുതൽക്ക് നന്മയും വെളിച്ചവുമാണ് വെച്ചിട്ടുള്ളത്. മാമിൻ മൗലൂദിൻ യൂലദു ഇലാ അലൽ ഫിത്ര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുന്ന സാഹചര്യം മുതൽക്ക് ഒരു മനുഷ്യൻ വെണ്മയിലും വെളിച്ചത്തിലുമാണ് അള്ളാഹു അവന്റെ മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീട് അവന്റെ സാഹചര്യങ്ങളിൽ അത് മങ്ങിപ്പോവുകയാണ്. അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഹൃദയത്തിന്റെ അകത്തെ ഒരു വെളിച്ചമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹൃദയത്തിന്റെ വെളിച്ചത്തിന് വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഓരോ അമലുകളും മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഹൃദയത്തിന് വിശുദ്ധി കിട്ടുക എന്നത് നമ്മൾ ചെയ്യുന്ന അമലിലൂടെ സാധ്യം എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ തെളിഞ്ഞിരിക്കുന്ന വെണ്മയിലുള്ള നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഏതെങ്കിലും അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും പിണയുമ്പോൾ അല്ലാഹു തആല ഒരു കറുത്ത അടയാളത്തെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിനെ കഴുകി കളയണം. എങ്ങനെയാണ്? ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, അവൻ പശ്ചാത്താപ ബോധത്തോടുകൂടെ ജീവിച്ചു, അതോടൊപ്പം തന്നെ അവൻ ആ ചെയ്ത തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന തീർച്ചയോടൊപ്പം അതിൽ നിന്നും പരിപൂർണമായും ഊരി വരികയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ വസ്തഗ്ഫറ, പാപമോചനത്തെ നിരന്തരം അവന്റെ ജീവിതത്തിന്റെ ശപഥമായി അവൻ കൊണ്ടു നടന്നു. എന്നാൽ സുഖില ഖൽബുഹു, ഷർത്തുകളില്ലാതെ ഫർളുകളില്ലാതെ ശുദ്ധിയില്ലാതെ ഖിബ്ല നോക്കാതെ ഒരു നിയ്യത്ത് പോലും ഇല്ലാതെ പാപം സംഭവിക്കുന്നിടത്ത് അതിനെ വൃത്തിയാക്കി അതിന്റെ ദുർഗന്ധം കളയാൻ, അതിന്റെ ശുദ്ധീകരണത്തിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഖുർആൻ പറഞ്ഞു, ഒരുപാട് മാനദണ്ഡങ്ങൾ ഹദീസ് പറഞ്ഞു.
നിരന്തരമായി പശ്ചാത്താപബോധം വേണം, ഇനി മടങ്ങുകയില്ലെന്ന പ്രതിജ്ഞ വേണം. അതോടൊപ്പം തന്നെ നിരന്തരമായി അവൻ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഒരു പാപം പൊറുക്കാൻ വേണ്ടി ചെയ്യേണ്ട പണിയാ. ഒരിക്കലും ഇനി അങ്ങോട്ട് പോവില്ല എന്ന അവന്റെ ഇസ്തിഖാമത്തിന്റെ തീർച്ച ഉണ്ടാവണം. അങ്ങനെ വന്നാൽ മാത്രം ആ കറ അള്ളാഹു പരിപൂർണമായും കഴുകിക്കളയൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവന്റെ ആ ഹൃദയത്തിന്റെ പഴയ വെളിച്ചം അവന് തിരിച്ചു കിട്ടുകയാണ്. ഒരു മനുഷ്യന്റെ പാപം ഒരെണ്ണം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളിയെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അവന്റെ പാപത്തിന്റെ എണ്ണം കൂടിയാൽ കറുത്ത പുള്ളി ഒരു കരിമ്പടം പുതച്ച പോലെ അവന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു ഖുർആനിൽ ഈ കറുത്ത പുള്ളി അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് സ്വഹാബികളോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സൂറത്തുൽ മുത്തഫിഫീനിലെ പവിത്രമായ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മുന്നിൽ ആ വസ്തുത സ്ഥിരീകരിച്ചു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയും എന്ന ധ്വനിയുള്ള പരിശുദ്ധ ഖുർആനിന്റെ അനശ്വര വചനം ഓതി ഈ ഹദീസിനെ സ്ഥിരീകരിച്ചു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ തങ്ങൾ അടക്കമുള്ള ധാരാളം മുഹദ്ദിഥീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار. മുഅ്മിനീങ്ങളെ സ്നേഹത്തോടു കൂടെ വിളിച്ചിട്ട് പറയാ, നിങ്ങൾ തൗബ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റ് സംഭവിക്കും, കുറ്റബോധം മനസ്സിൽ ഇല്ല. എന്തുകൊണ്ട്? തെറ്റാണെന്ന് നമ്മുടെ മനസ്സത് അംഗീകരിച്ചില്ല. അതിന്റെ കാരണം ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ കറുപ്പ് വന്നുകൊണ്ടിങ്ങനെ മൂടി ഇരുട്ട് പിടിച്ചിരിക്കാം. ഹൃദയത്തിന്റെ വിവേകം നഷ്ടപ്പെട്ടു. നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്ത് ഒരു വസ്ത്രം ധരിച്ചു, എന്നാൽ ആ വസ്ത്രത്തിന്റെ മുകളിലൊന്ന് തലോടിയാൽ, തോണ്ടി വിളിച്ചാൽ ഒരു പക്ഷെ അതിന്റെ സ്പർശനം നമ്മൾ അറിയും. ആ വസ്ത്രത്തിന്റെ മുകളിൽ പിന്നെയും ഒരു വസ്ത്രം വന്നു മൂടിയാൽ ആദ്യം അറിഞ്ഞ അത്രയും വലിയൊരു സ്പർശനം നമുക്ക് അനുഭവപ്പെടുന്നില്ല. 2, 3, 4 വസ്ത്രങ്ങൾ ശരീരത്തിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും തോറും ത്വക്കിലേക്കുള്ള, സ്കിന്നിലേക്കുള്ള സ്പർശനത്തിന്റെ ആ സാധ്യത അവിടെ കുറയുന്ന പോലെ ഹൃദയത്തിൽ പാപത്തിന്റെ കറ വന്ന് വീണിട്ട് ആ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ശരിയായ രൂപത്തെക്കുറിച്ചുള്ള വിവേകം നഷ്ടപ്പെടുകയാണ്. ഇതൊരു സാധാരണക്കാരന്റെ ജീവിതമാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, തൗബ ചെയ്തുകൊണ്ട് പടച്ചോനെ പറ്റിപ്പോയി എന്ന രീതിയിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ അങ്ങനെ 40 വട്ടം പശ്ചാത്താപ ബോധത്തോടുകൂടെ 40 പ്രാവശ്യം സംഭവിച്ച തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ പാപം ചെയ്യാത്തവനെ പോലെ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങൾ അഹ്മദ് സമർഖന്ദിയെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നതായി കാണാം. നമ്മൾ തെറ്റ് സംഭവിച്ചു പോകുന്നവരാ, പക്ഷെ കുറ്റബോധം കൊണ്ട് അതിനെ ഒന്ന് തിരുത്താൻ, അതിലൊരു ഖേദം തോന്നിയാൽ തന്നെ അതൊരു തൗബയായി അള്ളാഹു അംഗീകരിക്കുന്നു എന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി, നമ്മുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാന്മാരായ തസവുഫിന്റെ ഉലമാ രേഖപ്പെടുത്തുന്നതായി കാണാം. എന്നിട്ട് ഈ ആയത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പശ്ചാത്താപ ബോധത്തോടുകൂടെ ജീവിച്ചു പോരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു മനസ്സിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം കൊടുക്കാം. ആ വെളിച്ചം മുഖത്ത് കാണാം. നമ്മൾ പറയാറില്ലേ, അയാളുടെ മുഖത്തെന്തൊരു ഈമാന്റെ വെളിച്ച, അദ്ദേഹത്തിന്റെ മുഖത്തെന്തൊരു പ്രകാശ. ഈ പ്രകാശം ഹൃദയത്തിന്റെ അകത്തുള്ളതാ. മനസ്സ് എന്നതിന്റെ കണ്ണാടിയായി നമുക്ക് മുഖത്തെ കാണാൻ കഴിയും. അത്രത്തോളം നമ്മുടെ മനസ്സിന്റെ പ്രകാശം മുഖത്ത് കാണാൻ കഴിയും. ചില സ്വാലിഹീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ പ്രകാശം, അതുകൊണ്ടാണ് ഒരു ഉഖ്റവിയായ ആലിമിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ പോലും പുണ്യം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം. ഒരു ആലിമിന്റെ മുഖം, ഉഖ്റവിയായ ആലിമ്
ഹൃദയത്തിന്റെ അകത്തെ വെളിച്ചം മുഖത്തുകൂടി വിസരണം നടക്കുന്ന രീതിയിൽ, അത് പ്രചരിക്കുന്ന രീതിയിൽ അവൻ എന്തോ ഒന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ ഹൃദയത്തിന്റെ അകത്ത്. ആ വെളിച്ചം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങനെ തൗബയിലൂടെ നമുക്കൊക്കെ സാധ്യമാകുന്ന ഈ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നൂറുഹും യസ്ആ വല്ലദീന ആമനൂ മഅഹു യൗമ ലാ യുഖ്സില്ലാഹു النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. മഹ്ശറയിലേക്ക് വരുമ്പോ ഈ പ്രകാശം ഇങ്ങനെ വിസരണം നടക്കുന്നു, അത് പ്രചരിക്കുന്നു. അതിങ്ങനെ വിതറപ്പെട്ട പോലെ പ്രകാശത്തിൽ കുളിച്ച ചില മനുഷ്യരെ കാണാൻ കഴിയുമെന്ന് ഖുർആൻ. അവരന്ന് പ്രാർത്ഥിക്കും, പടച്ചോനെ ഞങ്ങളുടെ പ്രകാശം പൂർണ്ണമായോ, ഈ പ്രകാശമില്ലാതെ സിറാത്ത് കടക്കാൻ കഴിയില്ല. മിന്നലിന്റെ വേഗതയിൽ സിറാത്ത് കടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. മിന്നലെന്ന് പറഞ്ഞാൽ പ്രകാശമല്ലേ? അതുപോലെ മുഅ്മിനിന്റെ പ്രകാശം, അതിനെ അപ്പുറത്തേക്ക് കടന്നു വരുന്ന പ്രകാശം. അതുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സിറാത്ത് കടക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ ഖുർആൻ അത് സ്ഥിരീകരിക്കുകയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. ചുറ്റിലും പ്രകാശം വിതറിയിട്ട് മൂമിൻ ഇങ്ങനെ നിൽക്കും. മുനാഫിഖ് സമീപം ചെന്നുകൊണ്ട് ആ വെളിച്ചം ചോദിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്തൊരു വെളിച്ചാ നിങ്ങളെ കാണാൻ, എത്ര വെളിച്ചമാ നിങ്ങളെ കാണാൻ, ആ വെളിച്ചത്തിന്റെ ഒരല്പം എനിക്ക് തരുമോ എന്നൊരു കപട വിശ്വാസി അവന്റെ മുന്നിൽ ചെന്നുകൊണ്ട്, മൂമിനിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുമെന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനമായി മഹാനവറുകൾ അതിനെ പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യന് അള്ളാഹു മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം ചിലർക്ക് കിട്ടുന്നത് സിറാത്ത് എന്ന പാലം വിട്ടുകടക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഈ പ്രകാശം. യുഅ്തൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം യമറൂന അലാ സിറാത്ത് മിൻഹും മൻ നൂറുഹു മിസ്ലുൽ ജബൽ. പർവ്വതം പോലെയുള്ള പ്രകാശമാ ചിലർക്ക് അല്ലാഹു കൊടുക്കാ. പർവ്വതം പോലെയുള്ള പ്രകാശം. ഒരാൾ ഒറ്റക്ക് നിൽക്കുന്നതാ, ഒരു പർവ്വതം തെളിഞ്ഞു നിൽക്കുന്ന പോലെ, ഒരു പർവ്വതം പ്രകാശിച്ചു നിൽക്കുന്ന പോലെ, ഒരാൾ ഒറ്റക്ക് നിൽക്കുന്നോടത്ത് ഒരു പർവ്വതത്തിന്റെ വിശാലത പ്രകാശം. ആ പ്രകാശത്തിലേക്ക് പ്രകാശം കുറഞ്ഞവരെ ചേർക്കപ്പെടുമല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, കാലങ്ങൾക്ക് മുന്നേ യൂസുഫ് നബി നടത്തിയ പ്രാർത്ഥന, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ആ വെളിച്ചത്തിലേക്ക് എന്നെ ചേർക്കണേന്ന പർവ്വതം പോലത്തെ പ്രകാശ ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലാഹു നൽകുക, ഒരു വലിയ മഹാന് നൽകുക. അപ്പോൾ നമ്മുടെ പ്രകാശം കുറവാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ പ്രകാശമുള്ളത് ഈ തള്ളവിരലിന്റെ അകത്ത് ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെ. അവൻ ചെയ്ത അമല് കൊണ്ട് അത്രയാ കിട്ടിയത്. ഈ വെളിച്ചം കാണിച്ചിട്ട് അവൻ സിറാത്തിന്റെ ഇരുട്ടിന്റെ കോഹരങ്ങളിലൂടെ അവൻ സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഈ ചെറിയ പ്രകാശം അങ്ങനെ വരുമ്പോ ചില സമയത്ത് ചിലപ്പോ അത് കെട്ടുപോകും, അണഞ്ഞു പോകും, ചിലപ്പോ അത് ഇങ്ങനെ കത്തി വരും. അങ്ങനെ അവൻ തപ്പിപ്പിടിച്ച് അപ്പുറത്തേക്ക് കടക്കുമ്പോഴേക്കും നരകത്തിന്റെ അലറി വിളിക്കുന്ന തീജ്വാലകൾ പലവട്ടം അവനെ വിഴുങ്ങിയിട്ടുണ്ടാവാം എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ വേച്ച് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമ്പോഴേക്കും നരകത്തിന്റെ തീയിലൂടെ നീന്തി വന്നവനെ പോലെ, നീന്തി വന്നവൻ ഉറപ്പായും ശരീരം നനഞ്ഞു വരുന്ന പോലെ സിറാത്തിന്റെ മുകളിലൂടെ മൂർച്ചയുള്ള അഗ്രങ്ങളിൽ ചെരുപ്പിടാതെ മുറിവേറ്റ കാലുമായി കാൽപാദങ്ങളിലൂടെയും ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ മുറിവ് പറ്റി അപ്പുറത്ത് കടന്നു വന്നോടത്ത് തീയിന്റെ കരി പുരണ്ട അവസ്ഥയിൽ,
തീയിലൂടെ നീന്തി വന്നവനെ പോലെ സ്വർഗത്തിൽ അവനെത്തും. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. അപ്പോഴുണ്ട് സ്വാലിഹീങ്ങളുടെ പ്രകാശത്തോട് ചേർന്ന് അപ്പുറത്തേക്ക് വേഗത്തിൽ കടന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചില മനുഷ്യന്മാരെ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇടത്തരം ആളുകളുടെ പ്രകാശം ഒരു ഈത്തപ്പനയുടെ വലിപ്പ. അവന്റെ ശരീരം 6 അടി ഉണ്ടാവൂ, അല്ലെങ്കിൽ 5.5 അടി, ഇത്രയുള്ള ഒരു മിതമായ ഒരു ശരീരം ഒരു ഈത്തപ്പനയുടെ വലിപ്പത്തിൽ പ്രകാശിക്കും ചിലരുടേത് ഒരു കൈവിരലിന്റെ തുമ്പ്. ഇങ്ങനെ വെളിച്ചം കിട്ടാതെ നിർവാഹമില്ല. അമലുകൾ വെളിച്ചമാവണം, അമലുകൾ മനസ്സിന്റെ വെളിച്ചമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുനാഫിഖീങ്ങൾ ചൊല്ലും, ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹദീദ്, يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم. മുനാഫിഖീങ്ങൾ പറയും, ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമായൊരു സ്വാലിഹായ മുത്തഖിയായ മനുഷ്യൻ മഹ്ശറിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മുത്തഖിയായ മനുഷ്യന്റെ മുന്നിലേക്ക് അല്ലാഹനെ കളിയാക്കിയവൻ ഭൂമിയിൽ പടച്ച റബ്ബിനെ ഭൂമിയിൽ കളിയാക്കിയവന് പറയുന്നവനാണ് മുനാഫിഖ്. മുനാഫിഖ് വന്നുകൊണ്ട് മൂമിനിന്റെ പ്രകാശം കണ്ടിങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോ ചോദിച്ചു പോകും, ഒരൽപ്പം തരുമോ, ഞങ്ങൾക്കൊരൽപ്പം തരുമോ? എത്രയോ പ്രകാശം നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും ഒരൽപ്പം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയും, ഇല്ല, തിരിച്ചു പോയിക്കോളൂ, വറാക്കും. കിട്ടുമെന്ന് നിങ്ങൾ ധരിച്ച് നിസ്കരിക്കാൻ നിന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് എങ്കിൽ, സദഖ കൊടുത്തത് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിരുന്നുവെങ്കിൽ അവിടേക്ക് പോയിക്കോ, അവിടെ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിക്കോ. ഇവിടെ നിങ്ങൾക്ക് കിട്ടാവതല്ല പരിശുദ്ധ ഖുർആൻ. പെട്ടെന്ന് തന്നെ അള്ളാഹു ഈ ചോദിച്ചു വരുന്ന യാചകരായ മുനാഫിഖീങ്ങളുടെ മുന്നിൽ ഒരു മറ സൃഷ്ടിക്കുമെന്ന് ഖുർആൻ. فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് വെളിച്ചവുമായി നേരത്തെ കടന്നുപോയവന്റെ ഖബറിലും അത് വെളിച്ചമാണ്. അതാണ് ഖബറിലെ പ്രകാശം, അതാണ് മഹ്ശറിലെ പ്രകാശം, അതാണ് സ്വർഗത്തിലെത്തുമ്പോഴും ആ ചിരിച്ച മുഖത്ത് സ്വർഗത്തിന്റെ സൗന്ദര്യത്തെക്കാളും വലിയ സൗന്ദര്യമായി മാറുന്ന പ്രകാശം. ഈ പ്രകാശം അണഞ്ഞു പോകും തെറ്റ് ചെയ്യുമ്പോൾ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരാള് വ്യഭിചരിക്കുമ്പോൾ 6 അപകടങ്ങളാ അവനെ കാത്തിരിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഅബിൽ ഹദീസ് പറയുന്നുണ്ട്, ഈ പ്രകാശത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം, വ്യഭിചരിക്കുന്നവന് 6 അപകടം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സാധാരണയിൽ സാധ്യത കൂടിയ ഒരു അപകടമാണ് വ്യഭിചാരം. അള്ളാന്റെ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വ്യഭിചാരത്തിന്റെ സാധ്യതകളിലേക്ക് അടുക്ക പോലും അരുത്. ഇങ്ങനത്തെ കർക്കശ കണിശിത ഭാഷയിലാ ഖുർആൻ വ്യഭിചാരത്തിന്റെ ബാഹ്യലീലകൾ പോലും തടഞ്ഞിട്ടുള്ളത്. എന്തിനേറെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, അപകടത്തിന്റെ അവസ്ഥകളെ ആണ് കരുതിയിരിക്കണമെന്ന് പറഞ്ഞു. ലാ തജ്ലു അലൽ മഗീബാത്ത്, ദുഷിച്ച ചിന്തകളിലേക്ക് പോകല്ല എന്ന് ആണുങ്ങളോട് പറഞ്ഞു. പെണ്ണിനോട് പറഞ്ഞു ഖുർആന്റെ ആയത്ത്, തലമറയ്ക്കുന്ന അതേ തട്ടന്റെ തല കൊണ്ട് തന്നെ നിന്റെ മാറിടം ഇറങ്ങത്തക്ക രീതിയിലേക്ക് നീ തുണി വലിച്ചിടണമെന്ന് പരിശുദ്ധ ഖുർആൻ. അത്രത്തോളം വസ്ത്രധാരണയെക്കുറിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞ ഖുർആൻ, വ്യഭിചാരത്തിന്റെ എല്ലാ സാധ്യതകളെയും തടഞ്ഞ ഖുർആൻ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്ക പോലും അരുതേ. എന്തുകൊണ്ട്? ഹബീബ് പഠിപ്പിച്ചു, അൻ ഹുദൈഫത്ത് ബിനുൽ യമാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാ മഅ്ശറൽ മുസ്ലിമീൻ ഇയ്യാകും വസ്സിനാ.
ഇന്നലത്തേക്കാൾ ഇന്നിനേക്കാൾ നാളെ സാധ്യതകൾ ഏറെ വരുന്ന ഒരു രംഗമാ, ഒരു വലിയ തെറ്റാണ് വ്യഭിചാരം. വ്യഭിചാരത്തെ സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് കാരണമെന്നറിയുമോ? ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ, അതിൽ 6 അപകടം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാസും ഫിദ് ദുനിയ, 3 ഭൂമിയിലാ. 3 അപകടം അത് ഭൂമിയിലാ, 3 ശിക്ഷ. വ്യഭിചാരിക്ക് 3 അപകടം ഭൂമിയിലാ, ബാക്കി 3 അപകടം ആഖിറത്തില. അങ്ങനെ 6 അപകട വ്യഭിചാരിക്ക് വരാനുള്ളതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മല്ലത്തി ഫിദ് ദുനിയ, ദുനിയാവിൽ വരാനുള്ള 3 അപകടം. ഒന്നാമത്തേത് കേട്ടോളൂ, ഫദഹാബുൽ ബഹാ, മുഖത്തിന്റെ പ്രകാശം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ മഹാന്മാരായ മലക്ക് വന്നുകൊണ്ട് ഖബറിൽ ചോദിക്കുമ്പോൾ ചിരിച്ചു മറുപടി പറയാൻ അല്ലാഹ് തന്ന മനസ്സിന്റെ അകത്ത് ഒരു പ്രകാശമുണ്ടല്ലോ. ആദ്യം തന്നെ ആ പ്രകാശം വ്യഭിചാരിക്ക് നഷ്ടപ്പെടല ദുനിയാവിന് സംഭവിക്കുന്ന ഒന്നാമത്തെ അപകടം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ പറഞ്ഞ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. ഒരു വെളിച്ചമുണ്ട് ഹൃദയത്തിൽ, അതങ്ങോട്ട് പോവും. അയാളുടെ മുഖം കണ്ടോ ഒരു ഈമാനും ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയും ജനങ്ങൾ. അതങ്ങനെ മുഖത്തുനിന്ന് പോവും. ഒന്നാമത്തെ അപകടം അതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അപകടം വ്യഭിചാരിക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന ഭൂമിയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടം കേട്ടോളൂ, ഖസ്റുൽ ഉമരി, വ്യഭിചാരിയുടെ ആയുസ് ചുരുങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവന് ആയുസ് കുറവാ, ആയുസ് ചുരുങ്ങും. മൂന്നാമത്തെ അപകടം വദവാമുൽ ഫഖ്രി, എത്ര സമ്പാദിച്ചാലും അവന്റെ ദാരിദ്ര്യം തീരൂല, അവന്റെ ഇല്ലായ്മ തീരൂല. അത്രത്തോളം ദാരിദ്ര്യം അല്ലാഹു അവന് നൽകും. അത് സമ്പത്ത് ഇല്ലായ്മയല്ല, എത്ര കിട്ടിയാലും തൃപ്തിയല്ല. ഒരു കാര്യത്തിനും അവന് പണം തികയാതെ വരുന്നു, അവൻ ഒന്നിലും തൃപ്തിയല്ലാതെ വരുന്നു. ആ അവസ്ഥയിൽ ദുനിയാവിൽ ഏത് മേഖലയിൽ അവന് ചെന്നാലും അവന് ദാരിദ്ര്യമായിരിക്കും. ഇങ്ങനെ 3 ശിക്ഷ ഭൂമിയിലുണ്ട്, 3 ആഖിറത്തിലാ. ആഖിറത്തിലേത് ഹബീബ് പഠിപ്പിച്ചു, അല്ലാഹു കോപിക്കുന്നു എന്നുള്ളതാണ്. മഹ്ശറയിലെ ദുനിയാവിൽ ജീവിച്ച കാലല്ല ജീവിക്കാനുള്ളത്, 50,000 കൊല്ലം. ഈ 50,000 കൊല്ലം കാരുണ്യവാന്റെ കാരുണ്യം വിതറ, അവനങ്ങനെ ചൊരിഞ്ഞു കൊടുക്ക. പക്ഷെ ഇവന്റെ നേരെ കോപിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു. അള്ളാഹുവിന്റെ കോപം ഒന്നാമത്തെ അപകടം. ആഖിറത്തിലേത് അള്ളാഹുവിന്റെ കോപം. രണ്ടാമത്തേത് അവന്റെ ഹിസാബ് പ്രയാസമായിരിക്കും. മൂന്നാമത്തേത് ശാശ്വതമായി അവൻ നരകത്തിന്റെ അകത്ത് പോവേണ്ടി വരുന്നു. നബി മുഹമ്മദ് മുസ്തഫ ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ദാവൂദ് നബിയുടെ നാവ് കൊണ്ട് ഉപദേശിച്ചിട്ട് നന്നാവാത്ത ഇസ്രായേലിയരെയും പൂർവീകരായ ഇസ്രായേലി സമൂഹത്തിൽ വന്ന അമ്പിയാക്കളുടെ ഉപദേശം കൊണ്ട് നന്നാവാത്ത ഇസ്രായേലി സമൂഹത്തിലെ ഗുണം കെട്ട വർഗത്തെ ഖുർആൻ അവതരിപ്പിച്ച ആയത്തങ്ങ് ഓതാൻ തുടങ്ങി നബി മുഹമ്മദ് മുസ്തഫ. തറാ കസീറൻ മിൻഹും يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أو سخط الله عليهم وفي العذاب هم الخالدون وفي العذاب هم خالدون. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ പ്രകാശം കളയാവതല്ല, സൂക്ഷിക്കണം. പടച്ചോനെ, ഞാൻ ഈ ചെയ്യുന്നതിൽ നിന്റെ പൊരുത്തമുണ്ടോ? അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നതിൽ നിന്റെ തൃപ്തിയുണ്ടോ? ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയാസമുണ്ടോ? ഒരു ആലോചന എന്ന വിവേകം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു തന്ന അവന്റെ ഔദാര്യമായ ഈമാന്റെ വെളിച്ചം കെട്ടുപോകൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ അമലിൽ ബറക്കത്ത് നൽകട്ടെ, ഇൽമു കൊണ്ട് പ്രയോജനം നൽകട്ടെ. വആഖിറു ദഅവാൻ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.